മുകളിൽ വയ്ക്കാൻ പറ്റില്ലേ? ഇതാണ് സരസൻ ഓയിൽ, സർസോം ഓയിൽ അല്ലേ? സർസോം ഓയിൽ, കടുകെണ്ണയും ആര്യപ്പിൻ്റെ ഇലയും. കടുക് അരച്ച് തലയിൽ തേച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയൊക്കെ ചൂടാവും, തലയൊക്കെ ഇങ്ങനെ പൊള്ളിപ്പോണ പോലെ തോന്നും. അതുപോലെ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഈ ഓയിൽ തലയിൽ തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക അരമണിക്കൂർ മുമ്പ്. അപ്പോൾ തലയൊക്കെ ഇങ്ങനെ ചൂടാവണ പോലെ ഒരു വൃത്തികെട്ട മണമൊക്കെ ഉണ്ടാവും. ഇത് ഷാമ്പൂട്ട് കഴുകി കളയണം, ഷാമ്പൂട്ട് കഴുകി കളയണം. ഈ തലയിൽ ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പറ്റുന്നുണ്ടെങ്കിൽ നല്ല ചീപ്പ് ഉണ്ടെങ്കിൽ ആ ചീപ്പ് വെച്ചിട്ട് മസാജ് ചെയ്യുക. ബ്യൂട്ടി പാർലറിലൊക്കെ കണ്ടിട്ടില്ലേ ഈ താരൻ കളയാൻ വേണ്ടി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓയിലാണ്. ഈ ഓയിൽ വേറെ പല രീതിയിൽ പല പേരുകളിൽ മാർക്കറ്റിൽ കിട്ടും, പക്ഷേ ഇത് നമുക്ക് ഒറിജിനലാണത്. കാരണം എന്താ, നേരത്തെ മാഡം പറഞ്ഞു കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം നേരിട്ടാണ് കിട്ടുന്നത്. അത് ആ നേരിട്ട് കിട്ടുന്ന സാധനമാണത്. ഇത് തലയിൽ തേച്ചെടുത്തിട്ട് ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോകാത്ത രീതിയിൽ നല്ല അകൽച്ചയുള്ള ചീപ്പ് മേടിക്കാൻ കിട്ടും, അത് വെച്ചിട്ട് മസാജ് ചെയ്യുക ഒരു അരമണിക്കൂർ. അപ്പോൾ താരൻ്റെ ഇത് നല്ലോണം ഇളകും. അത് ഇളകി കഴിഞ്ഞതിന് ശേഷം കപ്പങ്ങയും റോസ്മേരി ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഷാമ്പു ആണ്. കപ്പങ്ങയുടെ പ്രത്യേകത എന്താ, കപ്പങ്ങ നമ്മൾ പച്ച കപ്പങ്ങ കടിക്കുമ്പോൾ തന്നെ നമുക്കൊരു പൊള്ളൽ പോലെ ചെറിയ തോന്നല്ലേ എന്ന് പറയുന്ന പോലെ ആ താരനെ പറിച്ചെടുത്ത് താഴേക്ക് കളയാൻ പറ്റിയ പവർ കപ്പങ്ങയ്ക്കുണ്ട്. കപ്പങ്ങയുടെ ചാറെടുത്ത് നല്ല തിളപ്പിച്ച വെള്ളമെടുത്ത് കഴുകി കഴിഞ്ഞാലും താരം പോകും. പക്ഷെ നല്ല ശുദ്ധമായിട്ടുള്ള ഒരു ഷാമ്പു ആണത് റോസ്മേരി ഓയിലും. റോസ്മേരി ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകാതിരിക്കാനും മുടിയുടെ വേരുകൾക്ക് നല്ല ബലം കിട്ടാനും ആണ്. കപ്പങ്ങയുടെ സത്ത് ചേർത്തിരിക്കുന്നത് ഷാമ്പു താരനെ പറിച്ചെടുത്ത് താഴേക്ക് കളയാൻ വേണ്ടിയിട്ടാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും. വെള്ളം നല്ലോണം കുടിക്കണം. വെള്ളം കുളിക്കണ്ടേന് നല്ല സോപ്പ് ഉപയോഗിച്ച് കുളിക്കും. തേനിലും പാലിലും നിർമ്മിച്ചിട്ടുള്ള സോപ്പ് സെൻസേഷൻ ഗ്രേഡ് 1 സോപ്പാണ്. 76% TFM. കുട്ടികളെ വരെ നമുക്കിത് കുളിപ്പിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കുളിയും കഴിഞ്ഞു. കുളി കഴിഞ്ഞാൽ നമ്മൾ എല്ലാം തോർത്തിയൊക്കെ നല്ല വൃത്തിയായി, ഇനി മുടിക്ക് നല്ല തിളക്കവും നല്ലൊരു കറുപ്പ് നിറമൊക്കെ കിട്ടണം. വേണ്ടേ? ഇത് ഉപയോഗിച്ചാൽ മതി. ഇപ്പം നമ്മുടെ മുടി ഷാമ്പു ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറപറാന്ന് കിടക്കാണ്. ഇനി അതൊന്ന് നല്ല തിളക്കത്തിലും നല്ല മിനുസത്തിലും കിടക്കാനായിട്ട് നമ്മളെ റെവിറ്റോ ഹെയർ ഓയിൽ ഉപയോഗിച്ചായി. എന്താണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്? ടീ ട്രീ ഓയിൽ, അതായത് തേയില ചെടിയുടെ തൊലിപ്പുറത്തുനിന്ന് എടുത്തിരിക്കുന്ന ഓയില്, ജഡാമാനസി, റോസ്മേരി ഓയില്, അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇത് ബ്യൂട്ടി പാർലറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുടി സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം നല്ല ഗ്ലൈസിങ് പോലെ മുടി കിടക്കണ എന്താ, ഈ ഇതുപോലത്തെ ഓയിൽ ഉപയോഗിച്ചിട്ടാണ്. ഇത് നല്ല വാസനയുണ്ട്, മുടിയുടെ വേരുകൾക്ക് നല്ല ബലമായിരിക്കും, മുടിക്ക് നല്ല കറുപ്പ് കിട്ടും, നല്ല തിളക്കം കിട്ടും. സാറ് ഉപയോഗിച്ചോട്ടോ. നല്ല തിളക്കം കിട്ടും. നല്ല കണ്ടീഷണർ അടങ്ങിയ ഷാമ്പു റെവിറ്റോ, ഇതുപയോഗിച്ചോ. ഈ കണ്ടീഷണർ മുടിക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കിടക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷാമ്പു ഉപയോഗിച്ചാൽ മതി. നല്ല കണ്ടീഷണർ അടങ്ങിയുള്ള ഷാമ്പുവാണ്. ഇനി കറ്റാർവാഴ, വീടുകളിൽ കറ്റാർവാഴ വളർത്തിയിട്ട് കറ്റാർവാഴയുടെ തൊലി കളഞ്ഞിട്ട് അതിനകത്തുള്ള ആ ജെല്ല് എടുത്തിട്ട് നമ്മൾ മുഖത്തൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തിന് നല്ല തെളിച്ചവും മുഖക്കുരുവൊക്കെ മാറി. എൻ്റെ മുഖം ഇരിക്കുന്നുണ്ടല്ലേ, ഒരു കുരു ഉണ്ടോയെന്ന് നോക്കിയാൽ ഞാനിത് ഉപയോഗിക്കുന്നത്. നല്ല ഗ്ലൈസിങ് ഇല്ലേ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ. ഇത് കുളി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡെയിലി ഇത് യൂസ് ചെയ്താൽ മതി. കറ്റാർവാഴ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഉരലിൽ കുത്തി പൊടിച്ചിട്ടുള്ളതാണ്.
പച്ചമഞ്ഞൾ അരിഞ്ഞു കഴിയുമ്പോൾ നടുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചുവന്ന കളറ് കാണാം. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് കുർക്കുമിൻ. ഈ കുർക്കുമിൻ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി അതിനകത്തുള്ള കുർക്കുമിൻ കംപ്ലീറ്റ് ചിരണ്ടി എടുത്തിട്ട് അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് അവർ നല്ല കാശുണ്ടാക്കും. നമുക്ക് കിട്ടുന്ന മഞ്ഞൾപ്പൊടിയാണെന്നെങ്കിലോ ആ പുറത്തുള്ള ആ ഭാഗമാണ്. പക്ഷേ ഈ മഞ്ഞൾപ്പൊടിയിൽ ഇത് മുഴുവനും അടങ്ങിയിട്ടുണ്ട്. കുർക്കുമിൻ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെയൊക്കെ നീക്കം ചെയ്യും. ഇത് നമ്മൾ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മൾ കയ്യിൽ മണത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 വർഷം മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ വാസന നമുക്ക് കിട്ടും. ഞാൻ എവിടെ പോയാലും ഇതിൻ്റെ ഒരു പൊട്ടിച്ച പാക്കറ്റ് എല്ലാവരും കാണിച്ചു കൊടുക്കും. ഇത് മണത്ത് നോക്ക്, എന്നിട്ട് നിങ്ങളിപ്പോൾ അടുക്കളയിലിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നു പറയും. എല്ലാവർക്കും കൊള്ളാലോ, ഇതൊരു പഴയ കാലത്തിലേക്ക് പോകാനുള്ളതെന്ന് പറയും. അങ്ങനെയാണ് എനിക്ക് കുറേ ഹോം ഡെലിവറി കിട്ടുന്നത്.